നമസ്കാരം. ഈ കൗൺസിലിങ്ങിന്റെ ആവശ്യകതയെപ്പറ്റി പബ്ലിക്കിന് ശരിയായ ഒരു അറിവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ സ്കൂളിൽ തന്നെ പോവുകയാണെങ്കിൽ പഠിക്കാത്ത പിള്ളേരോട് പേരൻസ് പറയും, നിന്നെ ഞാനൊരു കൗൺസിലിംഗ് കൊണ്ടാക്കും കേട്ടോ, നിനക്കൊരു കൗൺസിലിംഗിന്റെ ആവശ്യമുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ കുട്ടികൾ തോന്നുന്നത് ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് എന്തോ ഒരു പീഡനമാണെന്നോ, എന്തോ ജയിലിൽ ഇടും പോലെയാണെന്നോ, എന്തോ ഒരു ശിക്ഷയാണെന്നോ ഉള്ളൊരു തെറ്റായ ധാരണയുണ്ട്. സത്യത്തിൽ അങ്ങനെയല്ല. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാകാത്ത കുറച്ച് കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ആകുന്നത്, എന്തുകൊണ്ടാണ് അവർക്ക് പഠിക്കാൻ പറ്റാത്ത എന്നുള്ള കാര്യങ്ങളെ പറ്റി ഒരു തിരിച്ചറിവ് അവർക്ക് സൈക്കോളജിയിൽ കൊടുക്കുകയാണ്. ഈ എഡ്യൂക്കേഷൻ തെറാപ്പി എന്ന് പറഞ്ഞ് അവർ പഠിച്ചിട്ടും എല്ലാ വിഷയവും അവർ പഠിക്കുകയും ചെയ്യും, നല്ല രീതിയിൽ അവർക്ക് ക്ലാസ് ചെയ്യുകയും ചെയ്യാം, പക്ഷെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നില്ല. ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഇതിൽ മാർക്ക് കിട്ടും. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ അവർക്ക് മാനസികമായ എന്തോ വ്യത്യാസം വരികയും പരീക്ഷ എഴുതാൻ പറ്റുകയും ചെയ്യും. അതിനാണ് ഈ പരീക്ഷാ ഫോബിയ എന്നൊക്കെ പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി മാറ്റുന്ന ഒരു സംഭവമാണ് കൗൺസിലിംഗ് എന്ന് നിങ്ങൾ എങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.